നമസ്കാരം. നേരു പോഡ്കാസ്റ്റിന്റെ ഈ പുതിയ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ അഹമ്മദ്. ഞാൻ ഫാത്തിമ. ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ AI പോഡ്കാസ്റ്റ് അവതാരകരാണ്. നിങ്ങളോടൊപ്പം ഈ സംഭാഷണത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈയടുത്തായി ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. കൊച്ചി പള്ളുരുത്തിയിലുള്ള സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഹിജാബിന്റെ വിഷയമായിരുന്നു അത്. അതെ, നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളില്ലേ, സാമൂഹികമായത്, പിന്നെ ധാർമ്മികമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ശാന്തമായിട്ട് പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിയാണ്. ഇതൊരു വാദപ്രതിവാദത്തിനുള്ള വേദിയല്ല. നമ്മൾ ആരുടെയും പക്ഷം പിടിക്കുന്നുമില്ല. അല്ല, ഈ വിഷയത്തിന്റെ ഒരു സങ്കീർണതയുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം, അത്രയുള്ളൂ. അപ്പൊ എന്താണ് ശരിക്കും അവിടെ നടന്നത്? നമുക്ക് ആ സംഭവങ്ങളൊന്ന് ഓർത്തെടുത്താം. കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലാണ് ഇത് നടക്കുന്നത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു പ്രൈവറ്റ് സ്കൂളാണ്. ഇതിലെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് 2025 ജൂണിൽ അവിടെ അഡ്മിഷൻ എടുത്ത ഒരു 8ാം ക്ലാസ്സുകാരിയാണ്. ഒരു മുസ്ലിം കുട്ടിയാണ്, പിന്നെ സ്കൂൾ അധികൃതരും. ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് 2025 ഒക്ടോബർ ആദ്യമാണ്. ഈ കുട്ടി സ്കൂൾ യൂണിഫോമിന്റെ കൂടെ ഹിജാബും ധരിച്ചാണ് ക്ലാസ്സിൽ വരാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോൾ തന്നെ സ്കൂൾ അധികൃതർ അത് വിലക്കി. കാരണം സ്കൂളിന് കൃത്യമായ ഒരു യൂണിഫോം കോഡുണ്ട്. ഒരു മതേതര സ്വഭാവം സ്കൂളിനുണ്ട്. അത് നിലനിർത്തണം. പിന്നെ കുട്ടികൾക്കിടയിൽ ഒരു ഐക്യം, ഒരുപോലെ വസ്ത്രം ധരിക്കുമ്പോൾ അതിനൊക്കെ ഈ യൂണിഫോം നിയമം അത്യാവശ്യമാണെന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ കുട്ടിയുടെ വീട്ടുകാര് ഇത് അംഗീകരിച്ചില്ല. അവര് പറഞ്ഞത് അവരുടെ മകൾക്ക് മതപരമായ വിശ്വാസമനുസരിച്ച് വസ്ത്രം ധരിക്കാൻ ഭരണഘടന തന്നെ അവകാശം നൽകുന്നുണ്ട് എന്നായിരുന്നു. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ അവർ വാദിച്ചു. ശരി, അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ വഷളായി അല്ലേ? ഈ വിഷയം പിന്നെ സ്കൂളിൽ നിന്ന് പുറത്തേക്കെത്തി. അതെ, പുറത്ത് പ്രാദേശികമായി ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സ്കൂളിന് 2 ദിവസം അവധി കൊടുക്കേണ്ടി വന്നു, നിലമയൊന്ന് ശാന്തമാക്കാൻ. അതോടൊപ്പം തന്നെ ഈ സമ്മർദ്ദം കൂടിയപ്പോ അവർക്ക് പോലീസ് സംരക്ഷണം വരെ തേടേണ്ടി വന്നു എന്നും നമ്മൾ കേട്ടു. ശരിയാണ്. ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞു മകളെ ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന്. അതിനൊരു പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞത് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്തോ ഒരു കാര്യം പറഞ്ഞു എന്നതാണ്. ഒരു പരാമർശം. അതാണ് ഇതിലെ ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു ഭാഗം. ഹിജാബ് മറ്റുള്ളവരിൽ ഭയമുണ്ടാക്കും എന്ന രീതിയിൽ ഒരു സംസാരം പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നും അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് വലിയ മാനസിക വിഷമമുണ്ടായി എന്നും അച്ഛൻ പറഞ്ഞു. ഒരു കുട്ടിയോട് ഇങ്ങനെ പറയുന്നത് അത് ശരിയാണോ? തീർച്ചയായും. ആ സാഹചര്യം ആ കുട്ടിക്കും കുടുംബത്തിനും എത്രത്തോളം വേദനയുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഈ ഭയം സൃഷ്ടിക്കും എന്നൊരു വാക്ക്, അതും ഒരു സ്കൂൾ മേധാവി പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇത് വെറുമൊരു യൂണിഫോമിന്റെ പ്രശ്നമല്ലാതായി മാറി. അതൊരു വലിയ സാമൂഹിക ചർച്ചയ്ക്ക് തന്നെ തുടക്കമിട്ടു. അതെ, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. പലരും ചോദിക്കുന്ന, പലരെയും അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം. ഏതാണ് ആ ചോദ്യം? നമുക്ക് ആ ചോദ്യം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. എന്തുകൊണ്ടാണ് അതേ സ്കൂളിൽ ഒരു സ്റ്റാഫ് അംഗമായ ക്രിസ്ത്യൻ കന്യാസ്ത്രീക്ക് അവരുടെ മതപരമായ വേഷം, ആ ശിരോവസ്ത്രം, വേലെന്ന് പറയില്ലേ, അത് ധരിക്കാൻ അനുവാദമുള്ളപ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് അവളുടെ മതത്തിന്റെ ഭാഗമായ ഹിജാബ് ധരിക്കാൻ അനുവാദം കിട്ടാത്തത്? ഈ ചോദ്യം ഇത് തന്നെയാണ് ശരിക്കും ഈ വിവാദത്തിന്റെ എല്ലാം കേന്ദ്രം, അല്ലേ? നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണോ എന്നുള്ളൊരു ചോദ്യം. ഒരു ഭാഗത്ത് സ്കൂളിന്റെ നിയമങ്ങൾ, സ്കൂളിന്റെ അധികാരം, മറുഭാഗത്ത് ആ കുട്ടിയുടെ, വ്യക്തിയുടെ മതപരമായ, സാംസ്കാരികമായ ഒരു സ്വത്വം പ്രകടിപ്പിക്കാനുള്ള അവകാശം. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്കൂളിന്റെ വാദം എന്താണ്? ഒരു സെക്യുലർ അന്തരീക്ഷം വേണം, എല്ലാ കുട്ടികളും ഒന്നാണ് എന്നൊരു തോന്നൽ വരണം, അതിന് യൂണിഫോം നിയമം കർശനമായി പാലിക്കണം. യൂണിഫോം എന്നത് ആ ഒരുമയുടെ ചിഹ്നമാണ്. അതാണ് അവരുടെ പോയിന്റ്. ശരിയാണ്. പക്ഷേ മറ്റേ ഭാഗത്ത് നിന്ന് വരുന്ന വാദം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യം, അതായത് നിയമങ്ങൾ ശരിക്കെല്ലാവർക്കും ഒരുപോലെയാണോ നടപ്പാക്കുന്നത്? ദൃശ്യമായ മതചിഹ്നങ്ങൾ പരിഗണിക്കുമ്പോൾ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ഓക്കെയാണ്, പക്ഷേ വിദ്യാർത്ഥിനിയുടെ ഹിജാബ് പാടില്ല. അപ്പൊ അവിടെ ഒരു വിവേചനമില്ലേ? ഒരു അനീതി തോന്നുന്നില്ലേ? ഇത് നിങ്ങൾക്കെങ്ങനെയാണ് തോന്നുന്നത്? നിയമം നടപ്പാക്കുമ്പോൾ ഈ തുല്യത എന്നത് എത്ര പ്രധാനമാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ?
അതൊരു ശരിക്കും ഒരു സങ്കീർണമായ കാര്യം തന്നെയാണ്. കാരണം ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പാക്കാനും അവകാശമുണ്ട്. അത് സമ്മതിക്കണം. അത് ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായിരിക്കും. ആയിരിക്കും. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 25 അനുസരിച്ചുള്ള മതസ്വാതന്ത്ര്യം പോലുള്ളവ. അതും സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഈ രണ്ടും, സ്ഥാപനത്തിന്റെ നിയമവും വ്യക്തിയുടെ മൗലികാവകാശവും തമ്മിലൊരു ക്ലാഷ് വരുമ്പോൾ അവിടെ ഒരു ബാലൻസ് കണ്ടെത്തണം. അതെ, അത് എളുപ്പമുള്ള കാര്യമല്ല. അല്ല, അവിടെയാണ് നിയമം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, സാഹചര്യങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലൊക്കെ ശ്രദ്ധ വേണ്ടത്. ശരിയാണ്. ഇത് വെറുമൊരു നിയമപ്രശ്നമല്ല. ഇതിന് കുറച്ചുകൂടി വലിയ ചില പ്രത്യാഘാതങ്ങളുണ്ട്. സാമൂഹികമായും ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ. നമുക്കതും കൂടി ഒന്ന് നോക്കാം. സാമൂഹികമായി നോക്കിയാലോ? കേരളം പോലെ ഇത്രയധികം വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളുമുള്ളൊരു സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ബാധിക്കുക? ഇത് ആളുകൾക്കിടയിലുള്ള വിശ്വാസത്തെ ഒരുമയെ കൂട്ടുമോ കുറയ്ക്കുമോ? അതൊരു പ്രധാന ചോദ്യമാണ്. ചിലർക്ക് പേടിയുണ്ട്, ഇത് ചിലപ്പോ സാമുദായികമായി ഒരു അകൽച്ച ഉണ്ടാക്കുമോ എന്ന്. ഉണ്ടാവാം. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തുറന്നു ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്നാണ്. അത് നമ്മുടെ സമൂഹത്തിന് വൈവിധ്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കുറച്ചുകൂടി സെൻസിറ്റീവ് ആകാനും സഹായിക്കുമെന്നും വാദമുണ്ട്. ശരിയാണ്. പിന്നെ ധാർമ്മികമായ ചില ചോദ്യങ്ങളുമുണ്ടല്ലേ. ഒന്ന്, നിയമം നടപ്പാക്കുമ്പോൾ നീതി വേണം, സ്ഥിരത വേണം. എല്ലാവർക്കും ഒരുപോലെയാണോ ആ നിയമം? ആ ചോദ്യം വീണ്ടും വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭയം സൃഷ്ടിക്കും എന്ന വാക്ക്, അതിന്റെ ധാർമ്മികത എന്ത്? ഒരാളുടെ വസ്ത്രം മറ്റുള്ളവരിൽ പേടിയുണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണോ? അതാ കുട്ടിയുടെ ആത്മാഭിമാനത്തെ എങ്ങനെ ബാധിക്കും? സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെ എങ്ങനെ ബാധിക്കും? ഇത് വെറുമൊരു നാക്കുപിഴയാണോ, അതോ മനസ്സിലുള്ള ചില മുൻവിധികളാണോ പുറത്തുവന്നത്? വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇനി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നോക്കിയാലോ? സ്കൂളുകളുടെ റോൾ എന്തായിരിക്കണം? സ്കൂൾ എന്ന് പറഞ്ഞാൽ പുസ്തകം പഠിപ്പിക്കുക എന്നത് മാത്രമല്ലല്ലോ. അല്ലേയല്ല. മൂല്യങ്ങൾ പഠിപ്പിക്കണം, സമൂഹത്തെ മനസ്സിലാക്കാൻ പഠിപ്പിക്കണം, വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഈ വൈവിധ്യങ്ങളെ സ്കൂളുകൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? അതെ, യൂണിഫോം വേണം, ഒരു ഐക്യം വേണം എന്നതും, അതേസമയം കുട്ടികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ സംസ്കാരം പ്രകടിപ്പിക്കാനുള്ള അവകാശം എന്നതും, ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? ആ ഒരു ബാലൻസ്, അതാണ് പ്രധാനം. യൂണിഫോം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്കൂളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. ഇതിൽ എളുപ്പത്തിലൊരു ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. സ്കൂളിന്റെ മതേതര സ്വഭാവം, യൂണിഫോം നിയമം, കുട്ടിയുടെ മതപരമായ അവകാശം, ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു സംഘർഷമുണ്ടാകുന്നു. ഇതിനെ അങ്ങനെ സമീപിക്കണം. എവിടെയാണ് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്? ഒരു പക്ഷേ ശരിയേത് തെറ്റേതെന്ന് നോക്കുന്നതിനേക്കാൾ ഉപരിയായി അതെ, ഓരോ ഭാഗത്തുള്ളവരുടെ ആശങ്കകളും ന്യായീകരണങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണോ പ്രധാനം? സ്കൂൾ മാനേജ്മെന്റിന് അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് ആശങ്കകളുണ്ടാവും. കുട്ടിക്കും കുടുംബത്തിനും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും സ്വത്വത്തെക്കുറിച്ചും ആശങ്കകളുണ്ടാവും. തീർച്ചയായും. ഈ രണ്ട് ഭാഗത്തുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഒരു ശ്രമം വേണം. തുറന്ന സംസാരത്തിലൂടെ ഇതിനൊരു വഴി കണ്ടെത്താൻ പറ്റൂ. അതെ, കേരളം പോലൊരു സ്ഥലത്ത് ഇത്രയധികം വൈവിധ്യങ്ങളുള്ളപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതാണ് കാര്യം. ശരിയാണ്. വഴക്കിടുകയോ അവഗണിക്കുകയോ അല്ല വേണ്ടത്. പകരം സഹിഷ്ണുതയോടെ പരസ്പരം ബഹുമാനിച്ച് സമാധാനപരമായി സംസാരിച്ച് ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കണം. അതാണൊരു നല്ല സമൂഹത്തിനു വേണ്ടത്. നമ്മുടെ ഭരണഘടന പറയുന്നതും അങ്ങനെ ഒരു ഒരുമയെക്കുറിച്ചാണ്. അതെ അതെ, ഈ സംഭവം നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പ്രധാനമാണ്. പക്ഷെ അതിനപ്പുറം മനുഷ്യർ തമ്മിലുള്ള ബന്ധം, പരസ്പരം മനസ്സിലാക്കൽ, മറ്റുള്ളവരുടെ സംസ്കാരത്തെ അംഗീകരിക്കൽ, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. സ്കൂളുകൾ ഈ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കണം. അപ്പോ നമ്മൾ ഈ സംഭാഷണം ഇവിടെ നിർത്തുകയാണ്. സെന്റ് റീറ്റാസ് സ്കൂളിലെ യൂണിഫോം വിവാദം, അതിലെ പല വശങ്ങൾ, അത് ഉയർത്തിയ പ്രധാന ചോദ്യം, അതിന്റെ സങ്കീർണതകൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഈ സംഭവം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കേരളം പോലൊരു സമൂഹത്തിൽ തുറന്ന സംസാരം, പരസ്പരം മനസ്സിലാക്കൽ, സഹിഷ്ണുത, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാൻ താൽപ്പര്യമുണ്ട്.
താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷേ നമ്മൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മുടെ പ്രതികരണങ്ങൾ. അത് മറക്കരുത്. തീർച്ചയായും. നേരു പോഡ്കാസ്റ്റിന്റെ കൂടുതൽ എപ്പിസോഡുകൾ കേൾക്കാൻ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, സ്പോട്ടിഫൈ എന്നിവയിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.